elegant. Interior and modular kitchen. Turn your dreams into reality. Welcome to our new episode of Elegant Interior and Modular Kitchen Private Limited. നമ്മൾ ഇന്നുള്ളത് പയ്യാവൂർ പൂപ്പറമ്പുള്ള മിസ്റ്റർ ബിജു ആൻഡ് മിസസ് സിൽവിയുടെ സ്വപ്ന ഭവനത്തിലാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരുപാട് എക്സൈറ്റഡ് ആണ് ഈ വീടിനുള്ളിലെ ഇന്റീരിയർ വർക്ക്സ് കാണാൻ. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ ഉള്ളിൽ കണ്ടിട്ട് വരാം. Wow, what a beautiful interior. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു സിറ്റിങ്ങിനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. കാണാൻ കൺസോൾ ടേബിൾ ആണെങ്കിലും ഒരു ഷൂ റാക്ക് സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വിത്ത് എ ഷോക്കേസ്. പിന്നെ ഈ ഒരു ഫോയർ സ്പേസും ലിവിംഗ് സ്പേസിനെയും പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പെർഗോള പാർട്ടീഷൻ ആണ് വെച്ചിട്ടുള്ളത്. ഈ പെർഗോള പാർട്ടീഷൻ്റെ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറൈൻ പ്ലൈ വിത്ത് നാച്ചുറൽ വിനീർ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഫോയർ സ്പേസിൽ നിന്ന് നേരെ പോകാൻ പോകുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലോട്ടേക്കാണ്. അപ്പം ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുമ്പം വോളാണ്. ടെക്സ്ചർ ഫിനിഷിലാണ് ഈ വോള് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ ഗസ്റ്റ് ലിവിംഗ് സ്പേസിനും ഡൈനിങ് സ്പേസിനും ഇടയിലൊരു പാർട്ടീഷൻ, ഒരു ഷോക്കേസ് പാർട്ടീഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഫോയർ സ്പേസിൽ നിന്ന് ഈ ഗസ്റ്റ് ലിവിംഗ് സ്പേസിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പാർട്ടീഷൻ എഗെയിൻ ഇവിടെ പെർഗോള പാർട്ടീഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫോയർ സ്പേസിൽ ഇവിടെ ഒരു മിറർ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഓഫീസ് റൂമിലേക്കാണ്. ഇവിടെ ഈ വാളും ടെക്സ്ചർ ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. വിത്ത് ഓഫീസ് ടേബിൾ ആൻഡ് ചെയർസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു TV യൂണിറ്റ് ഉണ്ട്. സൈഡിൽ ഒരു ഷോക്കേസിംഗ് ഉണ്ട്. അപ്പം നമ്മൾ ഫോയറിന് ഡയറക്റ്റ് പോകുന്നത് ഫാമിലി ലിവിംഗ് ഏരിയയിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു പ്രെയർ സ്പേസ് ആണ്. ഇതിന്റെ തൊട്ട് താഴെ ഒരു കൺസോൾ ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. മെറൈൻ പ്ലൈ വിത്ത് വിനീറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര അട്രാക്റ്റീവ് ആണ്, ബ്യൂട്ടിഫുൾ ആണ് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ലിവിംഗ് ഏരിയയും ഡൈനിങ് സ്പേസും കൂടി ഒരു ഡിവൈഡ് ചെയ്യുന്ന ഒരു പാർട്ടീഷൻ ആയിട്ടാണ് ഈ TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ TV ക്യാബിനറ്റ് വിത്ത് ഷോക്കേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്ലാന്റ്സും ഇങ്ങനത്തെ എന്താ പറയുക പീസസ് ഒക്കെ നമുക്ക് ഒരുപാട് വെക്കാനുള്ളൊരു സ്പേസ് കൂടെയുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ. ഈ വീട്ടിൽ സീലിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് മെറൈൻ പ്ലൈ വിത്ത് വിനീറിലാണ് ഫുൾ സീലിംഗും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് ഡൈനിങ് സ്പേസിലോട്ടേക്കാണ്. ഫസ്റ്റ് തന്നെ ഇവിടെ കയറുമ്പോൾ ഹൈലൈറ്റ് ആവുന്നത് ഒരു 10 സീറ്റർ ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ സെൻറ്ററിൽ ഇവർ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ സൈഡിലായിട്ട് ഒരു ക്രോക്കറി പ്ലസ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പേസ് കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ വീട്ടിൻ്റെ എല്ലാ വിൻഡോവും പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. അത് വരുന്നത് മെറൈൻ പ്ലൈ വിത്ത് നാച്ചുറൽ വിനീറിലാണ് കൊടുത്തിട്ടുള്ളത്. Wow, what a beautiful color combination. ഈ കിച്ചൺ ചെയ്തിരിക്കുന്നത് PU ഗ്ലോസി ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആക്സസറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ടിച്ച്,
ബ്ലം എഫ്ലെ ഇതാണ് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ആക്സസറീസ് എന്ന് പറയുന്നത്. പിന്നെ ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഇവിടെ ഓവൻസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെൽഫ് ഇവിടെയുണ്ട്. ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പേസ് കൂടെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് ഫുഡൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ ഈസിലി ഇവിടെ സെർവ് ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ കോർണർ സ്പേസ് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. സ്വതവേ എല്ലായിടത്തും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും കോർണർ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു സ്പേസിങ് കൊടുത്തോണ്ട് നമുക്ക് കോർണർ സ്പേസ് ഒന്നും വേസ്റ്റേജ് വരുന്നില്ല. ഇനി നമുക്ക് 2 കിച്ചൺ കൂടെ കാണാനുണ്ട്, നമുക്ക് കണ്ടിട്ട് വരാം. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മെറൈൻ ഫ്ലൈ വിത്ത് ലാമിനേറ്റ് ആണ് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഇവിടെ താഴത്തെ സ്പേസിൽ ഡ്രയർ, വാഷിംഗ് മെഷീൻ, ഡിഷ് വാഷർ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 3rd കിച്ചൺ. വർക്ക് ഏരിയ ആണ് ഈ കിച്ചൺ ആക്ച്വലി. ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മെറൈൻ ഫ്ലൈ വിത്ത് ലാമിനേറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ. പിന്നെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഒരു ഷട്ടർ സ്പേസ് ഉണ്ട്. അതായത് സെക്കൻഡ് കിച്ചണിന് നമുക്ക് ഡിഷസ് മേടിക്കാനും കൊടുക്കാനൊക്കെ ഈസിലി പറ്റുന്ന ഒരു ഷട്ടർ ഇതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ലിവിങ് സ്പേസിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓപ്പൺ ഷെൽഫാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ബെഡ്റൂമിലേക്കാണ്. ഇപ്പം നമ്മളിപ്പം വന്നിട്ടുള്ളത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ആണ്. പിന്നെ നമുക്ക് 2 സൈഡ്സിലും നല്ല ഓപ്പൺ വിൻഡോസ് വരുന്നുണ്ട്. പിന്നെ നേരെ സൈഡിൽ വരുന്നതാണ് ഈ സിറ്റിംഗ് സ്പേസ് എന്ന് പറയുന്നത്. പിന്നെ ഈ റൂമിൻ്റെ ഒരു ബെസ്റ്റ് ഹൈലൈറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് സൈഡ് ഡോർ വഴി പുറത്തേക്ക് പോകാമെന്നുള്ളതാണ്. ഈ സൈഡ് ഡോർ തുറക്കുമ്പോൾ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൈഡ് സ്പേസിലോട്ടാണ്. ഇപ്പോൾ ഇവിടെ ഒരു സ്വിങ് ഉണ്ട്. അപ്പം നമുക്കിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടുത്തെ സീനറീസ് ഒക്കെ കണ്ട് ഈവനിങ് ഒക്കെ നല്ല റിലാക്സിങ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഈ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നേരെ വരുമ്പം. ഇനി നമുക്ക് ഇവിടുത്തെ ഷെൽഫ് സ്പേസിലോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഈ മാസ്റ്റർ ബെഡ്റൂമിൽ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത് 7 ഡോർ വാർഡ്രോബ് വിത്ത് ലോഫ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. മെറൈൻ ഫ്ലൈ വിത്ത് ലാമിനേറ്റിലാണ് ഇതിൻ്റെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. റെസിഡൻഷ്യൽ കഫേ എന്നാണ് ഇതിനെ ഇപ്പം നമ്മൾ വിളിക്കുന്നത്. ആക്ച്വലി നമ്മൾ സ്വതവേ ഈ കോഫി ടീ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റ്സിലാണ് പോകാറുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല. വീടിൻ്റെ ഉള്ളിൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ സ്പേസ് ആണ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ റിലാക്സിങ് ആയിട്ട് നമുക്കൊരു കഫേ അറ്റ്മോസ്ഫിയറിൽ ഇവിടെ നമുക്ക് ഇരിക്കാവുന്നതാണ്. മാത്രമല്ല ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റിംഗ് ആണ് ഇവിടുത്തെ വ്യൂ. ഡയറക്റ്റ് നമ്മൾ ഈ കഫേന്ന് നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് ഡയറക്റ്റ് പൂൾ വ്യൂയിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് പോകുന്നത്. അപ്പം ഇവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ നമുക്കൊരു ഗാർഡൻ പ്ലസ് പൂൾ ഏരിയ ആണ് കാണാൻ പറ്റുക. അപ്പോൾ അത് തന്നെ നമുക്ക് നല്ലൊരു വൈബായിട്ടുള്ള ഒരു കാഴ്ചയാണ്. റെസിഡൻഷ്യൽ കഫേന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ബെഡ്റൂം ഉള്ളത്. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ സീലിംഗ് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ വിനിയറിലാണ് സീലിംഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 3rd മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. ഇവിടെയും ബ്യൂട്ടിഫുൾ ആയിട്ട് വാളിൽ പ്യുവർ വുഡ് ഫിനിഷ് ആണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല സൈഡിൽ സിറ്റിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ
ലിവിംഗ് ഏരിയയിൽ നിന്ന് റെസിഡൻഷ്യൽ കഫേയിലേക്ക് ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. പാർട്ടീഷൻ പ്ലസ് സ്റ്റഡി യൂണിറ്റ് ഒന്നിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ പാർട്ടീഷൻ വരുന്നത്. അപ്പം ഇപ്പം നമ്മൾ ഇവിടുത്തെ 4ാമത്തെ മാസ്റ്റർ ബെഡ്റൂമിലാണുള്ളത്. ഇതാണ് നമ്മുടെ 5th ബെഡ്റൂം. ചിൽഡ്രൻസ് റൂം അല്ലെങ്കിൽ കിഡ്സ് റൂം എന്ന് നമുക്ക് പറയാം. കുഴിവേലിപ്പുറത്തെ ഹൗസിലെ ഓണേഴ്സായ മിസ്റ്റർ ബിജു സാറും മിസ്സസ് സിൽവി മാമിൻ്റെ കുടുംബത്തിൻ്റെ കൂടെയാണ് നമ്മൾ ഇന്നുള്ളത്. സാറിൻ്റെ പ്രൊഫഷൻ? ഞങ്ങൾ ബിസിനസ്സാണ്. ദുബായിലാണ് ഞങ്ങളുടെ ബിസിനസ്. ഞങ്ങൾ ചെയ്യുന്നത് ഇൻറ്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ കമ്പനിയാണ് ദുബായിൽ നടത്തുന്നത്. ഇന്റീരിയർ ഫീൽഡിൽ തന്നെയാണ്. അപ്പോൾ കൂടുതൽ ഇന്റീരിയറിനെ പറ്റി അറിയാം. യെസ്, അതാണ് ഞങ്ങളുടെ പ്രൊഫഷൻ. അതെ. ഓക്കെ. അപ്പോൾ സാറിൻ്റെ മൈൻഡിൽ ഒരു ഡ്രീം ഹൗസിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നു, അതിപ്പോൾ റിയാലിറ്റി ആയിരിക്കുകയാണ്. അപ്പം സാറിൻ്റെ ആ ഒരു ഡ്രീം ഹൗസും ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു റിയാലിറ്റിയും എത്രത്തോളം മാച്ചിങ് ആണ്? അത് 100% അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഇത് പ്ലാൻ വരച്ചത് ഞാനും വൈഫും കൂടിയാണ് വരച്ചത്. അപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഇതിൻ്റെ ഫിനിഷിങ് അടക്കം എല്ലാം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അതെല്ലാം പെർഫെക്റ്റ്ലി അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വി ആർ 100% ഹാപ്പി. ഹായ് മാം. ഓക്കെ, മാമിന് എന്താണ് ഇൻറ്റീരിയറിനെ പറ്റി, എലഗൻറ്റ് ചെയ്ത് ഇൻറ്റീരിയർ വർക്കിനെ പറ്റി പറയാനുള്ളത്? എലഗൻറ്റിനെ പറ്റി എന്ത് പറയാനാ, ഈ വീടിൻ്റെ ഇൻറ്റീരിയർ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാകും. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്കിലും ഒന്നും കൂടി എടുത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞങ്ങൾ കുറച്ചാണ് ഇത്രയും ഫിനിഷിങ്ങും ഉള്ള ഒരു എല്ലാ ഫിനിഷിങ്ങോടും കൂടി ഒരു വർക്ക് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ എലഗൻറ്റിൽ നിന്ന് ഞങ്ങൾ ആ മനസ്സിൽ ആഗ്രഹിച്ച പോലെയുള്ളൊരു ഫിനിഷിങ് വർക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഏത് ഏരിയയിൽ നോക്കിയാലും 100% ഡെഡിക്കേഷനോടുകൂടി വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെയും അതുപോലെ കംപ്ലീറ്റ് ഫിനിഷിങ് വർക്ക് ഞങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച പോലെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മാമിന് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട് ഏതാണ്? മെയിൻലി ലേഡീസ് ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ കിച്ചൺ ഏരിയ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട്. ഓക്കെ. ഹായ് ക്രിസ്റ്റീന. ഹായ്. പിന്നെ ഇൻറ്റീരിയർ വൈസ് എന്താണ് ക്രിസ്റ്റീനയൊക്കെ പറയാനുള്ളത്? ഇൻറ്റീരിയർ വൈസ് എനിക്ക് കിച്ചണിലത്തെ പല കബോർഡ് രീതികൾ എനിക്കിഷ്ടമായിരുന്നു. ലൈക്ക് ആ ഡിഷ് വാഷർ സെലക്ട് ചെയ്തതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പ്ലേറ്റ്സ് വെക്കുന്ന സ്ഥലം, അതിൻ്റെ മുകളിലത്തെ ഒരു കൗണ്ടർ ഏരിയയിൽ 2 സ്പേസോട് ഒരുമിച്ച് തുറക്കാൻ പറ്റുന്ന രീതിയിലുണ്ട്. അതൊക്കെ പല സ്മാർട്ട് കിച്ചൺ അപ്ലയൻസസ് ആയിട്ട് തോന്നി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു. ഹായ് ബോസ്കോ. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ ഇത് ആക്ച്വലി എന്നെ നമ്മുടെ അജ്മാനിലെ വീടിനെയാണ് റിമൈൻഡ് ചെയ്തത്. ഓക്കെ. ഏകദേശം സെയിം ടൈപ്പ് ഡിസൈനിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഷെൽഫും കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മൊത്തത്തിലൊരു നല്ലൊരു ആംബിയൻസ് ആണ് വീടിന് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, താങ്ക് യു. ഹായ് ആൽബർട്ട്. ഹായ്. ആൽബർട്ടിന് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പേസ് ഏതാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡൈനിങ് ഏരിയ എനിക്കാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഓക്കെ, കാരണം ഞങ്ങൾക്ക് ഇതുപോലെ ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കസിൻസും ഫ്രണ്ട്സൊക്കെ അവിടെയാണ് കൂടാറുള്ളത്. അപ്പോൾ അവിടെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇന്റീരിയർ വൈസ് എന്താ പറയാനുള്ളത്? ഇന്റീരിയർ എന്താ എലഗൻ്റ് അല്ലേ ചെയ്തത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഹായ് എഡ്വിൻ. ഹായ്. ഇന്റീരിയർ വൈസ് എന്താ പറയാനുള്ളത്? ഇന്റീരിയർ വൈസ് നല്ല അഭിപ്രായമാണ്. എലഗന്റിനോടൊരു വലിയ താങ്ക്സ് ഉണ്ട് വീട് വെച്ചതിന്. നിങ്ങളും ഇതുപോലൊരു സ്വപ്ന ഭവനം ആഗ്രഹിക്കുന്നെങ്കിൽ പ്ലീസ് കോൺടാക്ട് എലഗൻറ്റ് ഇൻറ്റീരിയർ ആൻഡ് മോഡുലാർ കിച്ചൺ പ്രൈവറ്റ് ലിമിറ്റഡ്. എലഗൻറ്റ് നിങ്ങൾക്ക് വേണ്ടി ഫ്രീ കൺസൾട്ടൻസിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം മറക്കാതെ വിളിക്കുക 1800 120 9936. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ